ഞാൻ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതായത് എൻ്റെ ഹൈക്കോടതിയിൽ നിന്നുള്ള വിടവാങ്ങൽ പ്രസംഗത്തിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ഗവായിയുടെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാനിടയായത്. ഇംഗ്ലണ്ടിലെ ഒരു പ്രോഗ്രാമിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം അത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അതായത് ഈ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ജോബ് ജഡ്ജിമാർ, അതായത് ഹൈക്കോടതി ജഡ്ജി ആയാലും സുപ്രീം കോടതി ജഡ്ജി ആയാലും വിരമിച്ച ശേഷം ഉടൻ എന്തെങ്കിലും ജോലി, ഗവൺമെൻറ് ജോലി സ്വീകരിക്കുകയോ അതുപോലെ ഉടൻ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഇലക്ഷനിൽ മത്സരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ആദ്യം പറഞ്ഞിരുന്നത് വേറെ ആളുകളുണ്ട് കേട്ടോ. നമ്മുടെ വളരെ പ്രമുഖരായിരുന്ന 2 ചീഫ് ജസ്റ്റിസുമാർ, അതായത് ജസ്റ്റിസ് SH കപാഡിയ അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ ജസ്റ്റിസ് TS താക്കൂർ അദ്ദേഹവും പറഞ്ഞതാണ്. അതായത് ഈ ഒരു കൂളിംഗ് പീരീഡ് കൊടുക്കാതെ ഒരു 3 years 3 വർഷം ഒരു ജഡ്ജി വിരമിച്ച ഒരു 3 വർഷം കഴിയാതെ ഒരു ഗവൺമെൻറ് ജോലിയും സ്വീകരിക്കരുത് എന്ന് അവർ പറഞ്ഞു. അതിന് കാരണവും പറഞ്ഞു കേട്ടോ അവർ. പിന്നെ അവർ പറഞ്ഞതിൽ കൂടുതലായിട്ടുള്ള കാരണം ഞാനിത് പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താ പറയുക, ഞാനിത് കണ്ടേക്കുന്നത്. അപ്പോൾ ഒരിക്കലും തിരഞ്ഞെടുപ്പ് മത്സരിക്കരുതെന്ന് പറഞ്ഞില്ല. കാരണം ഒരു കൂളിംഗ് പീരീഡ് ഒരു 3 വർഷമെങ്കിലും കഴിയാതെ അങ്ങോട്ട് ചെന്ന് കയറരുത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മുൻ ചീഫ് ജസ്റ്റിസ് അങ്ങോട്ട് വിരമിച്ചു, അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴേ രാജ്യസഭയിലേക്ക് കേട്ടോ അദ്ദേഹം കടന്നു പോവുകയാണ്. പിന്നെ വേറെ ചില ആളുകൾ, ഒരു 2-3 പേര്, അവർ ഗവർണർമാരായിട്ട് അങ്ങ് മാറി. ഇത് ഉടൻ തന്നെ, അതായത് ജസ്റ്റിസ് നസീർ ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ അവർ ഗവർണറായി. ഒരിക്കലും ഗവർണറാവരെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു വിരമിച്ച ഒരു 3 വർഷം കഴിയാതെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു പോസ്റ്റും ഏറ്റെടുക്കരുത്. പൊളിറ്റിക്കൽ പോസ്റ്റ് ആയാലും ഗവൺമെൻറ് പോസ്റ്റ് ആയാലും. അതായത് ഒരു കൂളിംഗ് പീരീഡ് വേണം. ഇതിൻ്റെ കാരണം എന്താണെന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ എന്താണെന്നറിയാം. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ ഹൈക്കോടതി ജഡ്ജിമാരായാലും അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിമാരായാലും ഈ വിരമിക്കുന്ന ആ സമയം അങ്ങോട്ട് വരുമ്പോൾ, ഹൈക്കോടതിയിൽ പ്രത്യേകിച്ച് ഞാൻ കണ്ടേക്കുന്നതാണ്, ഒരു 2 വർഷത്തോളം മുമ്പ് ഈ വിരമിക്കുന്നതിൻ്റെ സർക്കാരിനെതിരെയുള്ള ഒരു ഉത്തരവും കൊടുക്കാറില്ല. കാരണം എന്താണെന്നറിയോ, ഈ ജോലിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഗവൺമെൻറ്റിനെ പ്രീതിപ്പെടുത്തണം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ. പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ എന്താ കുഴപ്പം, ഈ ജോലി കിട്ടത്തില്ല. അതാണ് കാരണം. അവസാന ദിവസവും ഞാൻ ഗവൺമെൻറ്റിനെതിരെ ഉത്തരവ് പാസ്സാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ, എനിക്ക് ഈ ജോലി വേണ്ട. അതുകൊണ്ടാണ് എനിക്ക് ധൈര്യമായിട്ട് പറയാറില്ല. ഞാൻ അന്ന് പോലെ പറയുന്നതല്ലേ, ഞാൻ ഒരു ജോലിയും സ്വീകരിക്കുകയല്ല. സ്വീകരിച്ചാൽ പെൻഷൻ മതി, എനിക്ക് ശമ്പളം വേണ്ട. ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ മരിക്കാൻ കിടക്കുമ്പോഴും ഈ പഴയ ജഡ്ജിമാർ അവർക്ക് ജോലി ചെയ്തേ വെക്കുള്ളൂ. കാരണം അവർ അങ്ങ് സേവിക്കല്ലേ, ഇവരുടെ സേവനമില്ലെങ്കിൽ എന്ത് ചെയ്യാക്കും. ഇത് പണ്ട് അരുൺ ജെയ്റ്റ്ലി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പാർലമെൻറ്റിലെ ഒരു വിഖ്യാതമായ പ്രസംഗം അദ്ദേഹം നടത്തി. അതായത് ഈ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ജോബ് എന്ന് പറയുന്നില്ലേ, ഒരു കാരണവശാലും കൊടുക്കരുത്, അത് ചെയ്യാൻ പാടില്ല ഈ ജഡ്ജിമാർക്ക്. അവർക്ക് ഫുൾ സാലറി അങ്ങ് കൊടുത്തോളൂ. അദ്ദേഹം പറഞ്ഞ പെൻഷനായിട്ട് ഫുൾ സാലറി അങ്ങ് കൊടുത്തേക്ക്, പക്ഷേ ഈ ജോലി കൊടുക്കരുത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ഉണ്ടാകുന്ന ആരാണെന്നറിയാമോ, നമ്മളൊക്കെ തന്നെ. അതായത് ഈ പാർലമെൻറ്റേറിയൻസ് തന്നെ നിയമം പാസ്സാക്കും. ഓരോ നിയമവും പാസ്സാക്കുമ്പോഴും അതിനകത്ത് ആ നിയമം നോക്കാനായിട്ട് ആളുകൾ ഒരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ ഒന്നുകിൽ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജിമാർ എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഞങ്ങൾ തന്നെ പറയും. ഇനി ഞങ്ങൾ പറയാത്തപ്പോൾ എന്താണെന്നറിയോ, ഇവർ തന്നെ പറയും. അപ്പോൾ സുപ്രീം കോടതി തന്നെ പറയും, പലതിലും പറയും, ഇന്നാരെ അപ്പോയിൻ്റ് ചെയ്യണമെന്ന് പറയും അങ്ങോട്ട് വെച്ചിട്ട്. അപ്പോൾ ആ രീതിയിൽ പോകുന്ന കാര്യങ്ങളാണ്. ഇവരില്ലെങ്കിൽ എന്ത് ഇവിടെ നിയമം നോക്കാൻ പറ്റത്തില്ലേ, നീതി നടത്താൻ പറ്റത്തില്ലേ? മിടുക്കരായ ആളുകളെ അതിനകത്തൊക്കെ അപ്പോയിൻ്റ് ചെയ്യണം. അത് കോടതി വേണമെങ്കിൽ ചെയ്തോട്ട പ്രശ്നമല്ല. പക്ഷേ അത് റിട്ടയർ ചെയ്ത ജഡ്ജി വേണമെന്ന് എന്തോ ഇത്ര വലിയ കാര്യം? ഈ റിട്ടയർ ചെയ്ത ജഡ്ജിമാരൊഴിച്ച് ബാക്കി ആരും ഈ നാട്ടിൽ കറക്റ്റ് അല്ലാത്ത ആരുമില്ലേ? എനിക്കറിയത്തില്ല. ഇനി ഇലക്ഷന് മത്സരിക്കുന്ന കാര്യം, അത് ഒരു 3 വർഷമെങ്കിലും കഴിഞ്ഞിട്ട് മത്സരിക്കുന്ന ഈ ഒരു മര്യാദയുണ്ട്, മത്സരിച്ചോട്ടെ, കുഴപ്പമില്ല. അതിന് മുമ്പ് ഈ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ചേർന്ന് മത്സരിക്കാനിടയായാലോ, അത് വളരെ വലിയ തെറ്റാണ്. അത് ചെയ്യാൻ പാടില്ല. കാരണം ഈ ആളുകൾ ചിന്തിക്കും അത് ജുഡീഷ്യറിയുടെ വില കളയും എന്ന്
ജസ്റ്റിസ് ഗവായി പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇത് അവർ ചിന്തിക്കും, ഇയാൾ ഇന്നലെ വരെ ഇരുന്ന് ചെയ്ത് എന്തോ ഇവിടെ, ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ലേ. അപ്പം നമ്മൾ അയാളുടെ പേര് ഒരു അഭിഷേകം എന്തോ സംതിങ് ആണ്, കൽക്കട്ട ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി കേട്ടോ. അത് അയാൾ അങ്ങനെ ജോലി രാജിവെച്ചിട്ട് നേരെ ചെയ്ത് എന്താണെന്നറിയോ? രാജിവെച്ച് പിറ്റേന്ന് BJPയിലും അങ്ങോട്ട് ചേർന്നിട്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മത്സരിച്ചു, തിരഞ്ഞെടുക്കപ്പെട്ടു ബംഗാളിൽ നിന്ന്. അങ്ങനെയുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾ ചിന്തിക്കത്തില്ല, ഈ ആൾ ഉള്ള സമയം ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയം എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ആളുകൾ ചിന്തിക്കുമല്ലോ. അത് അത്രയെങ്കിലും ഒരു കോമൺ സെൻസ് വേണ്ടേ? അത് നമ്മുടെ ജുഡീഷ്യറിയുടെ മുഴുവൻ വില കളയുന്ന കാര്യമാണ് അത്. നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ അന്തസ്സായിട്ട് ജോലി ചെയ്യണം. അല്ലാതെ ഇന്ന് കണ്ടുകൊണ്ട് ഞാൻ ഇന്നാർക്കെതിരെയുള്ള വിധിയൊന്നും പറയത്തില്ല, ഞാൻ ഇന്നാർക്കെതിരെ വിധി കൊടുക്കും, ഇന്നാർക്ക് അനുകൂലമായിട്ട് വിധി കൊടുക്കും. ഈ രീതിയിലുള്ള കാഴ്ചപ്പാട് ഉള്ള ആളുകളുണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ ജുഡീഷ്യറിയിലുള്ള അവരുടെ വിശ്വാസം നഷ്ടപ്പെടും, ജുഡീഷ്യറിക്ക് വലിയ അവമതിപ്പുണ്ടാക്കും. അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതും കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് രാജ്യസഭയിൽ കയറുക, അതുപോലെ തന്നെ 2 ദിവസം കഴിയുമ്പം ഗവർണറാകുക, സ്വീകരിക്കുക. എന്തിനാ? ഫോർ ഫേവേഴ്സ് റിസീവ്ഡ് എന്ന് ഉള്ള ഒരു തോന്നൽ ആൾക്ക് വരത്തില്ലേ ഒന്നുമില്ലെങ്കിലും. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ അയോധ്യ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിമാർക്കെല്ലാം ജോലി കൊടുത്തില്ലേ മുഴുവൻ ആൾക്കും? പോസ്റ്റ് റിട്ടയർമെൻറ്റ് ജോബ് എല്ലാവർക്കും ഉണ്ട്. ഗവർണർ ഇത് ഒക്കെ ആയിട്ട് മാറി, ജസ്റ്റിസ് നസീർ ഉൾപ്പെടെയുള്ള ഗവർണർമാരുണ്ടായി. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് എന്താണെന്നറിയാം, ഇത് പറയുമ്പോൾ ആളുകൾ ചിന്തിക്കും, എടാ ഇയാളല്ലേ ഇരുന്ന് ഇന്നാൾ ആ വിധി പറഞ്ഞത് വരും. അപ്പോൾ അത് ഇപ്പോൾ ജസ്റ്റിസ് ഗവായിയുടെ ഈ വാക്കുകളെന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ജോലിയും ഇവർ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ജോബായിട്ട് സ്വീകരിക്കാൻ പാടില്ല, ഗവൺമെൻറ് ജോലി. അത് ഈ 3 വർഷം കൂളിംഗ് പീരീഡ് എന്ന് നേരത്തെ പറഞ്ഞു, അത് 3 വർഷമല്ല എൻ്റെ അഭിപ്രായത്തിൽ, ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. എനിക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റി, അതിൻ്റെ കാരണം എനിക്ക് ജോലി വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ. അപ്പോൾ ഇത് ജസ്റ്റിസ് ഗവായി അതുപോലെ അദ്ദേഹം വ്യക്തമാക്കി, എനിക്ക് റിട്ടയർമെൻറ്റ് കഴിഞ്ഞതിന് എനിക്ക് ജോലിയൊന്നും വേണ്ട, പോസ്റ്റ് റിട്ടയർമെൻറ്റ് ജോബ് എനിക്ക് വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ എന്താ കാര്യം എന്നറിയോ? അത് വേണ്ട. ഇനി അതുകൊണ്ട് അദ്ദേഹത്തിനൊരു കാര്യമുണ്ട്, ഒരു പ്രശ്നമില്ല, ഇതങ്ങ് പ്രഖ്യാപിച്ചല്ലോ, നല്ലത്. ഇത് ഒരുപാട് ജോലി ഇതുപോലെ എഴുതി വരും. ഇതൊക്കെ ഉണ്ടല്ലോ ഞാൻ ചെയ്തു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വലിച്ചു കീറി ഈ വരുന്ന ഇത് എടുത്ത് നേരെ അവിടെ ഒരു ചവിറ്റുകൊട്ട വെച്ചിട്ടുണ്ട്, അതിലോട്ടിടും. അല്ലാതെ ഞാനിതിൻ്റെ പുറകെ പോയിട്ടില്ല. നാണക്കേടാണ് ഒന്നുമില്ലെങ്കിൽ. കാരണം എന്തെന്നറിയാം, ചീഫ് മിനിസ്റ്ററുടെയും അതുപോലെ മറ്റ് മന്ത്രിമാരുടെയൊക്കെ പോയി കാല് തിരുമിയാണ് ഈ പലരും ഈ ജോലി വാങ്ങിക്കുന്നത്. മരിക്കാൻ കിടക്കുമ്പോഴും സേവിച്ചേ അടങ്ങൂ. എന്തൊരു സേവനമാണോ മനസ്സിലാന്നറിയോ ഇവർക്ക്, വേറെ ആരും ഇല്ലാത്തതുപോലെ. ഇവരെ കഴിയൊക്കെ എത്രയോ നല്ല ആളുകളെ കിട്ടും, അത് ആദ്യം ചിന്തിക്കണം. കഴിവുള്ള ആളുകൾ വേറെയുണ്ട്, ജഡ്ജിമാർ മാത്രമൊന്നുമല്ല ഈ കഴിവുള്ള ആളുകളെന്ന് പറയുന്നവർ. അപ്പോൾ ഒരു ജോലി ഇതിനകത്തിരുന്ന് വളരെ വളരെ ചെറിയ ജോലി കുറച്ച് മാത്രം ജോലി ചെയ്തേക്കുന്നവരൊക്കെ വീണ്ടും 5ഉം 10ഉം വർഷങ്ങൾ 10ഉം 15ഉം വർഷങ്ങൾ ഇതേപോലെ നല്ല സുഖമായിട്ട് മുഴുവൻ ഫുൾ പാരഫെർണലിയ ഇരുന്ന് അസുഖം വാഴുന്ന ജോലികൾ കൊണ്ടു നടക്കുന്നവരെ നമുക്ക് കാണാൻ കിട്ടും. അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് ഇപ്പം തന്നെ ഒരുപാട് വിരോധികളുണ്ട് ഇത് പറയുന്നത് കാരണം. കൂടുതൽ വിരോധം പിടിച്ചു വെക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് വെളിവാക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റിസ് ഗവായി പറഞ്ഞേക്കുന്ന കാര്യം വളരെ അച്ചട്ടായ കാര്യമാണ്. അത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കണം. പക്ഷെ നടപ്പാക്കണമെങ്കിൽ ഉണ്ടല്ലോ, ഈ ഉളുപ്പില്ലാത്തവർക്ക് പറ്റത്തില്ല. അത് അല്പമെങ്കിലും ഉളുപ്പ് വേണം.